നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. രാജ്യത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ സുപ്രധാന നിർദ്ദേശവുമായി സുപ്രീം കോടതി. അക്രമകാരികളായ തെരുവുനായകളെ ദയാവധം ചെയ്യാം. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളെ നീക്കാനും സുപ്രീം കോടതി നിർദ്ദേശം. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം പൂർത്തിയാക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 ആഴ്ച കൂടി സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഫുഡ് ഗ്രോസറി ഡെലിവറി ജീവനക്കാർ പണിമുടക്കിലേക്ക്. ഡെലിവറി ജീവനക്കാർക്ക് നൽകുന്ന അടിസ്ഥാന നിരക്കുകളും കിലോമീറ്റർ അലവൻസുകളും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ സുപ്രധാന നിർദ്ദേശവുമായി സുപ്രീം കോടതി. അക്രമകാരികളായ തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യാം. തെരുവുനായ്ക്കൾക്കെതിരെ നടപടിയെടുക്കുന്ന മുനിസിപ്പൽ ജീവനക്കാർക്ക് നിയമപരമായ സംരക്ഷണം നൽകണം. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളെ നീക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാനാണ് സുപ്രീം കോടതി സുപ്രധാനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പ്രകടമായും അപകടകാരികളും ആക്രമണാത്മക സ്വഭാവമുള്ള തെരുവുനായകളെ ദയാവധം ചെയ്യാമെന്നാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NJ അൻജാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലിഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവുനായകളെ വന്ധ്യംകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. എവിടെ നിന്നാണോ തെരുവുനായകളെ പിടികൂടുന്നത് അവിടെ തുറന്നു വിടരുത് എന്ന മുന്നുത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ഏതെങ്കിലും ഒരു ജീവിയെ പേടിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കാനാകില്ല. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തെരുവുനായകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. സർക്കാരുകൾക്ക് മൂകസാക്ഷിയായിരിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ABC ചട്ടങ്ങൾ പൂർണ്ണമായി നടപ്പാക്കിയെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നു. രാജ്യത്ത് എല്ലാ ജില്ലകളിലും ചുരുങ്ങിയത് ഒരു ABC സെന്ററെങ്കിലും വേണം. ജനസാന്ദ്രതയുള്ള ജില്ലകളിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടാം. ആന്റി റാബിസ് വാക്സിൻ ഉറപ്പാക്കണം. ദേശീയപാതകൾ, മറ്റു റോഡുകൾ, എക്സ്പ്രസ് വേകൾ എന്നിവിടങ്ങളിൽ നിന്ന് അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ നീക്കം ചെയ്യാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്. കളിമൺ ശില്പ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൃഷ്ണപുരം സാഗ ആർട്സ് ഗ്രൂപ്പും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുഖാമുഖം എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 30 കലാകാരന്മാർ പങ്കെടുത്തു. കൃഷ്ണപുരം സാഗ ആർട്സ് ഗ്രൂപ്പും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായാണ് കളിമൺ ശില്പ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുഖാമുഖം നോക്കി അന്യോന്യം മുഖരൂപം മെനയുന്ന കൗതുകകരമായ ശില്പനിർമ്മാണം ഗവൺമെന്റ് ബോയ്സ് UPSലാണ് സംഘടിപ്പിച്ചത്. 2016 ആരംഭിച്ച കൃഷ്ണപുരം സാഗ ഇതിനോടകം 20-ലധികം ചിത്ര പ്രദർശനങ്ങളും ചിത്രകലാ ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഒരു ശില്പ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ശ്യാംലാൽ കൊല്ലം ആണ്. അദ്ദേഹം പ്രമുഖ ശില്പ നിർമ്മാണ കലാകാരൻ കൂടിയാണ്, ഒപ്പം ചിത്രകാരനും കൂടിയാണ്. കൃഷ്ണപുരം സാഗ ആരംഭിച്ചതിന് ശേഷം ആദ്യമായി സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലതാണെങ്കിലും പല സ്ഥലത്തു നിന്ന്, അതായത് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ള 30-ലധികം കലാകാരന്മാരാണ് ഇന്ന് ഈ ശില്പ നിർമ്മാണ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ചിത്രശില്പകാരൻ ശ്യാംലാൽ കൊല്ലം ക്യാമ്പിന് നേതൃത്വം നൽകി. ചിത്രകലാ ക്യാമ്പുകളും ഇങ്ങനെയൊക്കെയുള്ള ക്യാമ്പുകളാണ് സാധാരണ നടക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കളിമണ്ണിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പ്, അത് ഒരു പുതുമയുള്ള ക്യാമ്പാണ്. ഈ ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അവരുടെ രൂപങ്ങൾ സ്വന്തം സുഹൃത്തിന്റെ രൂപം മെനയുക എന്നാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, ചിലരൊക്കെ അവരവരുടെ രൂപം തന്നെ മെനയുന്നുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കാരണം ഈ കളിമണ്ണ് ശില്പ നിർമ്മാണം എന്നൊക്കെ പറയുന്നത് വളരെയധികം നമുക്ക് എന്താ പറയുക, മാനസിക ഉല്ലാസം നൽകുന്ന ഒരു കലാരൂപമാണ്. ഇതിന്റെ
വളരെ പരിചയസമ്പന്നരായ അധ്യാപകരും ഈ രംഗത്ത് പ്രാവീണ്യം സൃഷ്ടിച്ചവരും ഉള്ള ഒരുപാട് അധ്യാപകർ ഈ കൂട്ടത്തിലുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 30 കലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കേരളത്തിലെ പ്രമുഖ കൂട്ടായ്മയായ ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയായ സാഗയാണ് മുഖാമുഖം എന്ന് പറയുന്ന ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കളിമൺ ശില്പത്തിൽ പോർട്രേറ്റ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് വേറിട്ട ഒരു ക്യാമ്പാണ്. സാധാരണഗതിയിൽ ഒരാളെ മോഡൽ നിർത്തി മറ്റുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്ന 35 ആർട്ടിസ്റ്റുകളുടെയും തമ്മിൽ അവർ നോക്കി മുഖാമുഖം നിന്നുകൊണ്ട് അവരുടെ വർക്കുകൾ പൂർത്തീകരിക്കുകയും ക്യാമ്പ് തീരുമ്പോൾ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു പോർട്രേറ്റ് കളിമണ്ണിൽ രൂപപ്പെടുന്നു. കൗൺസിലർ പ്രമീള ബാബുരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം ബോയ്സ് ഹൈസ്കൂളും അതുപോലെ തന്നെ ബോയ്സ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും സാഖയും ചേർന്ന് ഇന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു സംരംഭം, കാരണം സംരംഭം എന്നല്ല, ഒരു വലിയൊരു ശില്പശാല എന്ന് പറയാം അല്ലേ. അപ്പം കളിമണ്ണിൽ തീർത്ത് പല വിധമായ രൂപങ്ങളും സാർ പറഞ്ഞ പോലെ മനുഷ്യരെ ഓരോരുത്തരെ മുഖാമുഖം എന്ന പരിപാടിയാണിത്. അപ്പോൾ ഓരോരുത്തരുടെയും മുഖാമുഖം എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റൊരാളിനെ നോക്കി ആ വ്യക്തിയുടെ രൂപം കളിമണ്ണിൽ നിർമ്മിക്കുന്നതായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇന്നിപ്പം അതിലും വ്യത്യസ്തമായിട്ട് അവരവരുടെയും നിർമ്മിക്കുന്നു, അതുപോലെ നോക്കി മറ്റുള്ളവരുടെയും നിർമ്മിക്കുന്നു. അങ്ങനെ വിവിധ കലാപരമായ രൂപങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എൻ സുകുമാരപിള്ള, സെക്രട്ടറി കുമ്പളത്ത് മധുകുമാർ, ഹരികുമാർ കൊട്ടാരം, സുദർശനൻ ആലുംമൂട്ടിൽ, പ്രേംജിത്ത് കായംകുളം, ഭദ്രൻ കാർത്തിക, പ്രണവം ശ്രീകുമാർ, ഷമീർ ഹരിപ്പാട്, ശ്രീകുമാർ വെൺപാലക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് പ്രകടനവും യോഗവും നടത്തി. കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഭരണിക്കാവിലായിരുന്നു പ്രതിഷേധം. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ഇന്ധനവില പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ പെട്രോളിന് 60 രൂപയ്ക്ക് പെട്രോൾ ലഭിക്കുമായിരുന്നു, 40 രൂപയ്ക്ക് ഡീസൽ ലഭിക്കുമായിരുന്നു, 400 രൂപയ്ക്ക് ഗ്യാസ് ലഭിക്കുമായിരുന്നു. ഇന്ന് അതിൻ്റെയൊക്കെ വില എത്രയാണ് എന്നത് നിങ്ങൾ ചിന്തിക്കണം. ഇത് 120 രൂപയോളം വർദ്ധിച്ചിരിക്കുന്നു പെട്രോളിന്. ഗ്യാസിന് 1100 ചില്ലുവാനമായി വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ BJPയും RSSും നരേന്ദ്രമോദിയും ഒക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ നൽകും എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇവിടെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നത്, BJPയുടെ സർക്കാർ. DCC ജനറൽ സെക്രട്ടറിമാരായ തുണ്ടിൽ നൌഷാദ്, ദിനേശ് ബാബു, M തോമസ് വൈദ്യർ, PM സെയ്ദ്, ഗോപൻ പെരുവേലിക്കര, സുരേഷ് ചന്ദ്രൻ, MS സമീർ, റിയാസ് പറമ്പിൽ, അബ്ദുൾ റഷീദ്, ജോൺസൺ വൈദ്യൻ, K സാവിത്രി, S ബീനാകുമാരി, നൂർജഹാൻ ഇബ്രാഹിം, PR ഹരിമോഹൻ, അബ്ദുൾ സലാം പോരുവഴി, സ്റ്റാലിൻ രാജഗിരി, ഷിഹാബ് മുല്ലപ്പള്ളി, കലാധരൻ കല്ലട, സലീം മാലുമേൽ, വിപിൻ കല്ലട, ഗി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മഴക്കാല ശുചീകരണം നടത്തി. ചവറ പഞ്ചായത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലും ശുചീകരണം നടന്നു. ചവറ ഗ്രാമപഞ്ചായത്തിലാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പഞ്ചായത്ത് തല ഉദ്ഘാടനം കൊറ്റൻകുളങ്ങര വാർഡിലാണ് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ പഞ്ചായത്ത് അംഗങ്ങളായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്.
ചവറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊറ്റംകുളങ്ങര വാർഡിൽ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക ദേവി ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഭാഗമായി എൻ്റെ വാർഡായ മുകുന്ദപുരത്ത് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമ്മവീട് മുതൽ തൊഴിലാളിമുക്ക് വരെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിത കർമ്മസേന ചേച്ചിമാരും മേറ്റുമാരും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ അത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മേറ്റുമാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ചവറ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. സ്വകാര്യ ബസ് വ്യവസായം തുടച്ചു നീക്കപ്പെടുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് 60% സ്ത്രീകളാണ്. ഇവർ KSRTC ആശ്രയിക്കുമ്പോൾ സ്വകാര്യ ബസ് വ്യവസായം തകർച്ചയിലേക്ക് പോകും. വിശദമായ പഠനം നടത്താതെയാണ് UDF പ്രഖ്യാപനം നടത്തിയതെന്നും സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. സ്വകാര്യ ബസ് മേഖല നിലവിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ബസ് വ്യവസായത്തെ തകർക്കുന്ന സമീപനമാണ് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് 60% സ്ത്രീകളാണ്. ഇവർ KSRTC ആശ്രയിക്കുമ്പോൾ സ്വകാര്യ ബസ് വ്യവസായം തകർച്ചയിലേക്ക് പോകും. വിശദമായ പഠനം നടത്താതെയാണ് UDF പ്രഖ്യാപനം നടത്തിയത്. സൗജന്യ യാത്ര നൽകുമ്പോൾ KSRTCക്ക് മാസം 90 കോടിയോളം രൂപ നഷ്ടമുണ്ടാകും എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള സ്വകാര്യ ബസ്സുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. 2022 മെയ് മാസത്തിലാണ് സ്വകാര്യ ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്. 4 വർഷത്തിനകം സ്പെയർ പാർട്സുകൾക്കും ഇന്ധന വിലയിലും വർധനവുണ്ടായിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ചാർജ് വർദ്ധിപ്പിച്ചില്ല. ഡീസലിന് സബ്സിഡി നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും LDF സർക്കാർ നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് ഇടുത്തി പോലെ സ്വകാര്യ ബസ് വ്യവസായത്തെ ഉന്മൂലനം ചെയ്യുന്ന പ്രഖ്യാപനം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നവയുഗ യാത്രയിലും നേതാക്കളെ കണ്ട് സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധി അറിയിച്ചപ്പോൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറഞ്ഞവരാണ് UDF നേതാക്കന്മാർ. ഇതര സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് KSRTCയിലെ സൗജന്യ യാത്ര. സർക്കാർ സബ്സിഡി അനുവദിച്ചതുകൊണ്ടാണ് മിക്കയിടത്തും നഷ്ടം പരിഹരിക്കാനായത്. കേരളത്തെക്കാൾ ഏറെ വിസ്തീർണമുള്ള തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലൊക്കെ നികുതി വരുമാനം കൂടുതലാണ്. അതുകൊണ്ട് സർക്കാരിന് സബ്സിഡി നൽകാൻ കഴിയും. എന്നാൽ കേരളത്തിൽ KSRTCക്ക് മാത്രമായിരിക്കും സബ്സിഡി നൽകുക. സ്ത്രീകൾ കൂട്ടത്തോടെ KSRTC ബസ്സിലേക്ക് മാറുമ്പോൾ പുനർചിന്തനം നടത്താതെയും പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെയും ഇരുന്നാൽ സ്വകാര്യ ബസ് വ്യവസായം അന്യം നിന്നു പോകുമെന്നും ബസ് ഉടമകൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനതല യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഫുഡ് ഗ്രോസറി ഡെലിവറി ജീവനക്കാർ പണിമുടക്കിലേക്ക്. ഇന്ധനവിലയ്ക്ക് അനുസൃതമായി ഡെലിവറി ജീവനക്കാർക്ക് നൽകുന്ന അടിസ്ഥാന നിരക്കുകളും കിലോമീറ്റർ അലവൻസുകളും വർദ്ധിപ്പിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ഇന്ധനവില കുതിച്ചുയരുന്നത് ഓൺലൈൻ ഫുഡ് ഡെലിവറി മേഖലയെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഫുഡ് ഗ്രോസറി ഡെലിവറി ജീവനക്കാർ പണിമുടക്കിന് ഒരുങ്ങുന്നത്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഒന്നടങ്കമുള്ളത് സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലാണ്. ഇന്ധനവില ഉയർന്നിട്ടും വേതന നിരക്കിലോ ഓർഡർ കമ്മീഷനിലോ വർധനവില്ലാത്തതിനാൽ പ്രതിഷേധമല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഭക്ഷണ സാധനങ്ങൾ കൃത്യസമയത്ത് ഉപഭോക്താക്കളുടെ പക്കൽ എത്തിക്കാനായി ബൈക്കുകളിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന ഫുഡ് ഡെലിവറി ജീവനക്കാർക്ക് തങ്ങൾ അധ്വാനിക്കുന്ന പണത്തിന്റെ വലിയൊരു പങ്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി മാത്രമായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതോടെ മറ്റ് ചെലവുകൾക്കോ കുടുംബം പുലർത്താനോ പണം തികയുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. നിലവിലെ സാഹചര്യത്തിൽ അടിസ്ഥാന നിരക്കും കിലോമീറ്റർ അലവൻസ് വർദ്ധിപ്പിക്കണമെന്നും പ്രത്യേക ഇന്ധന സബ്സിഡി അനുവദിക്കണമെന്നുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. താൽക്കാലിക പണിമുടക്ക് കമ്പനികൾക്കുള്ള മുന്നറിയിപ്പാണെന്നും വരും ദിവസങ്ങളിൽ അധികൃതർ അനുകൂലമായ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സർവീസുകൾ പൂർണ്ണമായും നിശ്ചലമാക്കിക്കൊണ്ടുള്ള അനിശ്ചിതകാല സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും ഡെലിവറി ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. MDMAയുമായി യുവാവ് പിടിയിൽ. ഇടമുളയ്ക്കൽ സ്വദേശി കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന ലിജിനാണ് പിടിയിലായത്. ബൈക്കിൽ 2 കവറുകളിലായി സൂക്ഷിച്ചിരുന്ന MDMAയാണ് പിടികൂടിയത്. അഞ്ചൽ പോലീസും റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് MDMAയുമായി 23-കാരനെ പിടികൂടിയത്. ഇടമുളയ്ക്കൽ കോട്ടപ്പൊയ്കയിൽ പുത്തൻവീട്ടിൽ കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന ലിജിനാണ് 370 ഗ്രാം MDMAയുമായി പിടിയിലായത്. അഞ്ചൽ കോട്ടുകൽ പാതയിൽ കുരിശുമുക്കിന് സമീപം വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ബൈക്കിൽ MDMAയുമായി എത്തിയ ലിജിനെ രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പോലീസും ഡാൻസ് ഓഫ് സംഘവും പിടികൂടിയത്. MDMA കടത്താൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കല്ലടയാറിന്റെ തീരത്തൊരുക്കിയ പാർക്ക് കാട് കയറുന്നു.
തൂക്കുപാലത്തിന്റെയും കല്ലടയാറിന്റെയും ദൃശ്യഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ പുനലൂർ KSRTC ഡിപ്പോയുടെ പിൻഭാഗത്തായാണ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. പാർക്കിന് ശാപമോക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കല്ലടയാറിന്റെ തീരത്തൊരുക്കിയ പാർക്കിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ മുൻ MLA PS സുബാലിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത നിരവധി അവലോകന യോഗങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ നിർമ്മാണത്തിലോ പാർക്ക് തുറക്കുന്നതിലോ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഇടയ്ക്കിടെ നഗരസഭയുടെയോ മറ്റ് സംഘടനകളുടെയോ നേതൃത്വത്തിൽ പേരിന് ശുചീകരണ പ്രവർത്തനം നടക്കാറുണ്ട് എന്നതൊഴിച്ചാൽ സ്ഥിരമായി ഇത് വൃത്തിയാക്കി ജനങ്ങൾക്കായി നൽകാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പുനലൂരിൽ പുതിയ MLA ചുമതലയേൽക്കുന്ന ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ പ്രധാന ടൂറിസം പദ്ധതിയായ പാർക്കിന് ശാപമോക്ഷമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. പുതിയ ജനപ്രതിനിധി അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണമെന്ന ആവശ്യം പുനലൂരിൽ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പായസം വിതരണം ചെയ്തു. UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന്റെ ഭാഗമായാണ് പായസം വിതരണം ചെയ്തത്. പത്തനാപുരം, കടയ്ക്കാമണ്ണ് എന്നിവിടങ്ങളിൽ മധുര വിതരണം നടത്തി. ദൈവത്തോട് നല്ല രീതിയിൽ ഭരിച്ച് നല്ല രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ജനങ്ങളുടെ സംഭവവും സാമഗ്രിയും ഇതെല്ലാം എടുത്ത് നല്ല രീതിയിൽ ഭരിച്ച് ജയിച്ച് 15 വർഷം ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാണ്. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ UDF മന്ത്രിസഭ അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പത്തനാപുരത്തുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ മധുര വിതരണം നടത്തിയത്. UDF സർക്കാർ അധികാരത്തിലേക്ക് ഇന്ന് കയറിയിരിക്കുകയാണ്. 10 വർഷം ജനനയങ്ങൾക്കെതിരെ പോരാടി VD സതീശന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. VD സതീശന്റെ നേതൃത്വത്തിലാണ് ഇനി പോകുന്നത്. പത്തനാപുരത്ത് INTUC ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി. വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ് ഇന്ന് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. നീണ്ട 10 വർഷത്തെ കാലയളവിന് ശേഷം UDFന്റെ നേതൃത്വത്തിൽ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. നമ്മൾക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരള സംസ്ഥാനത്ത് ജനങ്ങൾ അനുഭവിച്ച വേദനയെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ ഇലക്ഷനെ നേരിട്ടത് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ, ശ്രീ ടീം UDFന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ ഇലക്ഷനെ നേരിട്ടത് ഒട്ടനവധി ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാമെന്നുള്ള വാഗ്ദാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടത്. നമ്മുടെ മൺമറഞ്ഞ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള 5 ഗ്യാരണ്ടി. കേരള മുഖ്യമന്ത്രി VD സതീശനും പത്തനാപുരം MLA ജ്യോതികുമാർ ചാമക്കാലയ്ക്കും അഭിനന്ദനം അർപ്പിച്ച് ബാനർ ഉയർത്തിയ ശേഷമായിരുന്നു മധുര വിതരണം നടത്തിയത്. കടയ്ക്കാമണ്ണിലും മധുര വിതരണം നടന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പായസ വിതരണമാണ് ഇവിടെ നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പെട്രോളിനും ഡീസലിനും വീണ്ടും വില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ പെട്രോളിന് 109.60 രൂപയും ഡീസലിന് 98.45 രൂപയുമായി വർദ്ധിച്ചു. വെള്ളിയാഴ്ച പെട്രോളിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് വില വർധനവ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിശദീകരണം. ഇനിയും ഇന്ധനവില വർദ്ധിച്ചേക്കാമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാകുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 ആഴ്ച കൂടി സാവകാശം അനുവദിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസിൽ നിർണായകമായ ജംഷഡ്പൂർ ലാബിൽ നിന്നുള്ള സാമ്പിളുകളുടെ വിദഗ്ധ പരിശോധനാ ഫലം 10 ദിവസത്തിനകം ലഭ്യമാകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ജംഷഡ്പൂർ ലാബിൽ നിന്നുള്ള സാമ്പിളുകളുടെ വിദഗ്ധ പരിശോധനാ ഫലം 10 ദിവസത്തിനകം ലഭ്യമാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. ഈ പരിശോധനാ ഫലം ലഭിച്ച ശേഷമേ കൃത്യമായ സ്വഭാവം വ്യക്തമാകൂ എന്നും SIT കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സാമ്പിളുകളുടെ ഫലം പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ എത്രത്തോളം സ്വർണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനുശേഷമായിരിക്കും കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക.
ഒപ്പം 2025 സ്വർണം പൂശുന്നതിനായി പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിലും ഈ പരിശോധനാ ഫലം ലഭിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇതുവരെ 391 സാക്ഷികളെയാണ് അന്വേഷണ സംഘം വിസ്തരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ സുപ്രധാന നിർദ്ദേശവുമായി സുപ്രീം കോടതി. അക്രമകാരികളായ തെരുവുനായകളെ ദയാവധം ചെയ്യാം. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളെ നീക്കാനും സുപ്രീം കോടതി നിർദ്ദേശം. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം പൂർത്തിയാക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 ആഴ്ച കൂടി സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഫുഡ് ഗ്രോസറി ഡെലിവറി ജീവനക്കാർ പണിമുടക്കിലേക്ക്. ഡെലിവറി ജീവനക്കാർക്ക് നൽകുന്ന അടിസ്ഥാന നിരക്കുകളും കിലോമീറ്റർ അലവൻസുകളും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.